ഏർലി മോർണിംഗ് സൺറൈസ് കാണാൻ എത്തിയതാണ്. പാർക്കിംഗ് പോലും കൊടുക്കേണ്ടി വന്നിട്ടില്ല. വൺ ഡേ ട്രിപ്പിന് അടിപൊളി ഒരു ഓപ്ഷനാണേ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതും ഉയരം കൂടിയതുമായ തൊട്ടിപ്പാലത്തിലാണ് കേട്ടോ നമ്മൾ. രണ്ട് മലകൾക്കിടയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ തൊട്ടിപ്പാലം ജലസേചനത്തിനാണ് ഉപയോഗിച്ചത്. 1966 ഇതിൻ്റെ നിർമ്മാണം ഉണ്ടായിട്ടുള്ളത് കേട്ടോ. എന്തു മനോഹരമായിട്ടുള്ള വ്യൂ ആണെന്ന് നോക്കിയേ. സൺറൈസ് കാണാൻ എത്തിയതാണ്. മണി രാവിലെ 6:30. കിതച്ചു കേട്ടോ, താഴെ നിന്ന് കയറി പോരുന്നതാ. വ്യൂ കാണിച്ചു തരാം. 28 തൂണിൽ നിർമ്മിച്ച ഈ പാലം ഒരു കുന്നിൽ നിന്ന് മറ്റൊരു കുന്നിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഒഴുക്കുണ്ട്. നോക്കിയേ, താഴെ കാണുന്നത് പറളി ആറാണ് കേട്ടോ. ഏകദേശം 1 കിലോമീറ്ററാണ് ഈ പാലത്തിൻ്റെ ലെങ്ത്. പാർഷ്യലി നമുക്ക് നടക്കാനായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നടക്കാനായിട്ടുള്ള പാത ഇതാണ് കേട്ടോ. നമ്മൾ നേരത്തെ എണീക്കുന്നതിൻ്റെ അന്ന് സൂര്യൻ ഉദിക്കത്തില്ലെന്നേ, താമസിച്ചേ ഉദിക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ സൂര്യനെ കാണാൻ വേണ്ടി നേരത്തെ എത്തിയതാണ്. നേരത്തെ അല്ല, യൂഷ്വലി 6 മണിക്കൊക്കെ ഉദിക്കേണ്ടതല്ലേ. ഇപ്പോൾ സൂര്യനെ ഒന്നും കാണാൻ ഇതില്ല. സൂര്യൻ ലേറ്റ്. ഇപ്പുറ സൈഡ് മൊത്തം റബ്ബറാണ്, അപ്പുറത്ത് മൊത്തം കുന്നാണ്. കുന്നിൻ്റെ നടുക്കുണ്ട് പറളി ആറാണ് ഒഴുകുന്നത് കേട്ടോ. ഇവിടെ എത്തിച്ചേരാനായിട്ട് കുഴിത്തറ ബസ് സ്റ്റാൻഡിൽ നിന്ന് 13 കിലോമീറ്ററും ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് 53 കിലോമീറ്ററാണ് കേട്ടോ ഈ ഒരു ഏരിയ. തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിൽ വരുന്നതാണ്. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ഇതുവരെ ഉണ്ട്, സ്ലാബിൻ്റെ ഇതുവരെ. നമുക്ക് നടന്നു പോകുന്നതിൻ്റെ ഏരിയയുടെ മുകൾ വരെ വെള്ളമുണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നത് കേട്ടോ. സ്ലാബ് എങ്ങാനും പൊട്ടി നമ്മൾ വെള്ളത്തിൽ വീഴും. 6:30 സൺറൈസ് ആയിട്ടില്ല. പക്ഷേ ആ മല ബ്ലോക്ക് ചെയ്യുകയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ ഒരു മലയുണ്ട്, അത് ബ്ലോക്ക് ചെയ്തിട്ടാണ് സൂര്യരശ്മികൾ ഇങ്ങോട്ട് വരാത്തതെന്ന് തോന്നുന്നു. ചക്രവാളത്തിൽ റെഡിഷ്നെസ് ഉണ്ട് കേട്ടോ. 1966 നിർമ്മിതമായിട്ടുള്ള ഈ അക്വിഡക്റ്റ് 2 കുന്നുകൾക്കിടയിലാണ് നിർമ്മിതമായിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഉള്ള റോഡുകൾ എത്ര കാലം നിൽക്കുമെന്ന്. ഒരു പാലം ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊളിഞ്ഞു വീണ കാര്യം പെട്ടെന്ന് നടക്കുന്നതാണ്. 1966 നിർമ്മിതമായിട്ടുള്ള സാധനം ഇപ്പോഴും നല്ല സ്ട്രോങ് ആൻഡ് സോളിഡായിട്ട് നിൽപ്പുണ്ട്. നല്ല ഹൈറ്റുള്ള ഏരിയയിൽ പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികൾ. എവിടേക്കാ? അങ്ങനെ ഒത്തിരി നേരത്തെ കാത്തിരിപ്പിന് ശേഷം സൺറൈസായി. സമയം 7:03. ഞങ്ങൾ ഈ വിഷ്വൽ ബ്യൂട്ടി ആസ്വദിക്കാനായി എത്തിയത് മാത്തൂർ തൊട്ടിപ്പാലത്താണ്. രാവിലെ സൂര്യോദയം കാണാനായിട്ട് സഞ്ചാരികൾ നന്നേ കുറവായിരുന്നു. അതുകൊണ്ടായിരിക്കണം പ്രത്യേകമായിട്ട് പാർക്കിങ്ങിന് ഫീസ് ഈടാക്കാത്തത്. ഈ ഒരു പ്രദേശം കുറച്ചുകൂടെ ആക്റ്റീവ് ആവുന്നത് ഈവനിങ് ടൈമിലാണ്. തൊട്ടിപ്പാലത്തോടനുബന്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ തട്ടുകടകളും ചെറു കച്ചവടങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു വാച്ച് ടവറും ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. ഇതാണ് കേട്ടോ പാർക്കിൻ്റെ എൻട്രൻസ്. നമുക്ക് പാർക്കിലോട്ടൊന്ന് പോയി നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്ന്. ഒരു തൂണിൻ്റെ കീഴെയാണ്. ചിൽഡ്രൻസ് പാർക്കാണേ. ഒക്കെ കണ്ടോ, ജസ്റ്റ് ഒന്ന് കറങ്ങി വരാം നമുക്ക്. ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല, ആക്ടിവിറ്റി ഒന്നുമില്ല, ആൾക്കാരില്ല. അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് വരാം. വലിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഊഞ്ഞാൽ സംവിധാനം ഇവിടെ സോളിഡായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. വൺ ഡേ ടൂറിലെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ് മാത്തൂർ തൊട്ടിപ്പാലം. ഇതാണ് കേട്ടോ മാത്തൂർ തൊട്ടിപ്പാലത്തിൻ്റെ ലോങ് വ്യൂ. പുതിയ ട്രാവൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.